കേരളത്തിന്റെ തലസ്ഥാനം മാറ്റുകയാണെങ്കിൽ ഏത് ജില്ല വരണം എന്നാണ് നിങ്ങൾക്ക്? അതാണ് നമ്മുടെ ഇന്നത്തെ പബ്ലിക് ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് പബ്ലിക് ഒപ്പീനിയൻ. കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ്? കൊച്ചിയല്ലേ? കൊച്ചിയാണോ? അത് എവിടെന്നാ പഠിച്ചേ? എവിടെന്നാ പഠിച്ചേ കൊച്ചിയാണെന്ന്? പുസ്തകത്തിലൊക്കെ പുസ്തകത്തിലുണ്ടായിരുന്നത്. ഉറപ്പാണോ? അല്ല തെറ്റാണ്. കേരളത്തിൽ തലസ്ഥാനം അറിയില്ല? ഓ, അതുകൊണ്ടാണ്. എന്നാലും ബേസിക് ആയ ഒരു കാര്യമില്ലേ? ട്രിവാൻഡ്രമാണ് കേരളത്തിന്റെ തലസ്ഥാനം. എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, കേരളത്തിന്റെ തലസ്ഥാനം ഇപ്പൊ ട്രിവാൻഡ്രമാണ്. അപ്പൊ തലസ്ഥാനം മാറ്റുകയാണെങ്കിൽ ഏത് ജില്ല വരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം? എറണാകുളം. എറണാകുളം. എന്താണ് എറണാകുളം സെലക്ട് ചെയ്യുന്നത്? എറണാകുളത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, പല സൗകര്യങ്ങളുണ്ട്, എല്ലാം. നിങ്ങളുടെ ജില്ല എറണാകുളം ആയതുകൊണ്ടാണോ? അതൊരു കാരണമായിരിക്കാം. എന്തായാലും എറണാകുളത്ത് ജില്ല ആവാൻ മാത്രം എറണാകുളത്ത് എന്താ ഉള്ളതെന്നാ തോന്നിയത്? ജില്ല മാത്രം നമ്മുടെ യൂസഫ് അലി സാറിന്റെ ലുലുമാൾ ഉണ്ടല്ലോ, അത് നമുക്ക് ട്രിവാൻഡ്രത്തുണ്ട്. ട്രിവാൻഡ്രത്തേക്കാളും കൂടുതലും സിനിമാക്കാര് വരുന്ന ലുലുമാളായതുകൊണ്ട് തന്നെ അതൊരു തലസ്ഥാനമായി മാറേണ്ടതാണ്. അതൊരു തലസ്ഥാനമായി മാറാൻ കാരണമാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ സിനിമകൾ ചിത്രീകരിക്കുന്നതും സിനിമയായിട്ടുള്ള ഫങ്ഷൻ നടക്കുന്നതും അത് എറണാകുളം ബേസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് പണ്ട് കോയമ്പത്തൂര്, മുംബൈയിലൊക്കെയായിരുന്നു, ചെന്നൈയിലൊക്കെയാണ് ചിത്രീകരണം നടന്നത്. പക്ഷെ ഇന്ന് കൊച്ചിയിലേക്ക് മാറുന്നത്, കൊച്ചിയിൽ എവിടെ ഷൂട്ട് ചെയ്താലും അത് ജനങ്ങളിലേക്ക് എത്തും, അത് വൈറലാവുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതുകൊണ്ട് കൊച്ചി എറണാകുളം ഒരു തലസ്ഥാനമായി മാറണമല്ലോ. മാറ്റം ഒരു തുടക്കത്തിന്റെ സൂചനയാണല്ലോ. LDF ഒരു എല്ലാം ശരിയാക്കുന്ന പോലെ ശരിയാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇതൊരു തുടക്കമായിരിക്കും. കോഴിക്കോട്. കോഴിക്കോട്. എന്താ കോഴിക്കോട് എന്ന് പറയുന്നത്? കോഴിക്കോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. എന്താ കോഴിക്കോടിനെ അത്ര ഇഷ്ടപ്പെടാൻ ഭയങ്കര? ഫുഡ് അടിപൊളിയാണ്. അപ്പൊ ചേച്ചിയുടെ നാട് കോഴിക്കോടാണ്? അല്ല, എന്റെ നാട് കോട്ടയം. കോട്ടയാണ്. എന്താ കോട്ടയം പറയാണ് കോഴിക്കോട് പറഞ്ഞത്? കോഴിക്കോട് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തലസ്ഥാനം വന്ന അടിപൊളി ഫുഡ് ആയിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അതാണ് മെയിൻ റീസൺ. കേരളത്തിന്റെ തലസ്ഥാനം മാറ്റണമെങ്കിൽ ഏത് ജില്ല വരണം എന്ന് ആഗ്രഹം? മലപ്പുറം. എന്താ മലപ്പുറം? ഓ, അപ്പൊ മലപ്പുറം ജില്ലയായിട്ട് വന്ന അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു. എന്നാലും ഇപ്പൊ സൗകര്യങ്ങളും പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അപ്പൊ മലപ്പുറം മതിയെന്നാണ്. മലപ്പുറം സ്വന്തം നാടായത് കൊണ്ട് മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്? ഹോസ്പിറ്റലായിട്ടുണ്ട്, ആൾക്കാരുടെ സ്നേഹം കൊണ്ട് ഒക്കെ കൊണ്ടുണ്ട്, ഫുഡിനും ഒക്കെ സെറ്റാണ്. അതുകൊണ്ടാണ് മലപ്പുറം നല്ലതാന്ന് പറയുന്നത്. യോജിക്കാൻ കുഴപ്പമൊന്നുമില്ല, സെറ്റാ. മലപ്പുറം എന്തായാലും സെറ്റാ. അല്ല, എന്നാലും ഒരു സ്റ്റേറ്റ് ആക്കാന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അത് ഇപ്പം വേറെ ആയി പോകില്ലേ? ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യന്ന് പോയതൊക്കെ മതി, അങ്ങനെ മതിയെന്നുള്ളു. അപ്പൊ വേറെ ആൾക്കാർ അതൊന്നും അങ്ങനെ. എന്നാലും ബാക്കി ആൾക്കാരെ നമ്മൾ സ്നേഹിക്കണത് കേരളത്തിൽ മലപ്പുറം എന്തായാലും മലപ്പുറം ആയിരിക്കണം ഡോമിനന്റ് എന്നാണ് നോക്കുന്നത്. അപ്പൊ ഈ ചിന്ത മാറ്റണം എന്ന് തോന്നിയിട്ടില്ല? കാരണം നമ്മളിപ്പോ കേരളത്തിലായതുകൊണ്ട് ഒത്തൊരുമയുള്ള ഒരു നാടെന്നല്ലേ കേരളം പറയണേ. അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്കുള്ളതെന്നൊരു ചിന്ത മാറ്റണം എന്ന് തോന്നിയിട്ടില്ല? ഇല്ല, ഇതുവരെ തോന്നിയിട്ടില്ല. എന്താണ് എറണാകുളം എന്ന് പറയാൻ കാരണം? എറണാകുളം മോഡേൺ ആണ്, കുറച്ചും കൂടെ ട്രിവാൻഡ്രമാണ്. എന്നാലും കുറച്ചും കൂടെ എന്താ പറയാ, ട്രിവാൻഡ്രം അല്ലെങ്കിൽ പിന്നെ കൊച്ചി, എറണാകുളം എന്നുള്ളൊരു ഇത് മെട്രോപൊളിറ്റൻ സിറ്റി ആയതുകൊണ്ടാണ്. നമുക്ക് എല്ലാത്തിനും ആക്സസ് ഉണ്ട്. എയർപോർട്ട്, റെയിൽവേ, എല്ലാത്തിനും ആക്സസ് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ നാട് എറണാകുളമാണോ? അല്ല, ഞാനിപ്പോ മാരീഡ് ആയിട്ട് എറണാകുളത്തേക്ക് വന്നതാണ്. സ്വന്തം തൃശ്ശൂർ വരണമെന്ന് ആഗ്രഹമില്ലേ? ഞാനിപ്പോ എറണാകുളം ആയതുകൊണ്ട് എറണാകുളം പറഞ്ഞില്ലേ? എന്റെ അഭിപ്രായത്തിൽ മാറ്റണ്ട എന്നാണ്. എന്തുകൊണ്ട് മാറ്റണം എന്ന് പറയാൻ, നമ്മൾ ജനിച്ചപ്പം തൊട്ട് അത് തന്നെയാണല്ലോ കേട്ട് വന്നത്. അപ്പം പുതിയത് ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ തിരുവനന്തപുരം തന്നെ നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക്. എന്നാലും ഇപ്പൊ കുറെ ഡെവലപ്മെന്റ് ഉണ്ടായല്ലോ. അപ്പൊ പല പല ജില്ലകൾക്കും പല പല ഡെവലപ്മെന്റ് ഉണ്ടായി. അപ്പൊ ആ ഒരു നിലയ്ക്ക് ഏതെങ്കിലും മാറിയ ഡെവലപ്ഡ് ആയിട്ട് ഏതെങ്കിലും വേറെ വന്നാൽ എന്റെ ഇത് പറയുകയാണെങ്കിൽ എറണാകുളം വേണമെങ്കിൽ പറയാം. എന്റെ വീട് ശരിക്കും തിരുവല്ല ആണ്, പത്തനംതിട്ട ജില്ലക്കാരാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജില്ല എറണാകുളമാണ്. അങ്ങനെ വന്നാൽ എറണാകുളം എന്ന് വേണേൽ പറയാം. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യമില്ല. സ്വന്തം ജില്ല എന്തുകൊണ്ടാ പറയാനുള്ളത്?
എന്തോ സ്വന്തം ജില്ല എനിക്ക് സ്വന്തം ജില്ലക്കാട്ടിലും ഇഷ്ടം എറണാകുളം. എറണാകുളം തന്നെയാണ്. ഞാൻ ആഗ്രഹിച്ചു വന്ന് താമസിക്കുന്നതാണ് എറണാകുളത്ത്. എന്തുകൊണ്ട് അങ്ങനെ അത്ര ഇഷ്ടപ്പെടാൻ? എന്റെ നാട് മോശം എന്നല്ല, എനിക്കിഷ്ടം. നമുക്ക് ഓരോരുത്തർക്ക് ആഗ്രഹങ്ങളുണ്ടല്ലോ. ചിലർക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് കേരളത്തിൽ ഇവിടെ വന്ന് താമസിക്കാൻ ആഗ്രഹം. ഇവിടെ എല്ലായിടത്തും എന്താ പറയാ, നല്ല രസമാണ് ഇവിടെ. സമയം പോകുന്ന അറിയത്തില്ല. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാം. പല സ്ഥലത്തു നിന്നും ആൾക്കാർ ഇവിടെ വന്നാണ് താമസിച്ച് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തിരുവനന്തപുരം. അപ്പോൾ ആ തലസ്ഥാനം മാറ്റുകയാണെങ്കിൽ ഏത് ജില്ല വരണം എന്നാണ് ആഗ്രഹം? ഇടുക്കി. എന്താ ഇടുക്കിന്ന് പറയുന്നത്? ഞാൻ ഇടിക്കുന്ന ഓ, അതുകൊണ്ടാണ് ഇടുക്കിന്ന് അറിയാൻ കേട്ടോ. വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ഇടുക്കിക്കാരി അല്ലാതെ വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? വേറെ അല്ല, ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ച് പറഞ്ഞതാ. അതുകൊണ്ട് മാത്രമല്ല, ആ ഒരു റീസൺ ഉള്ളൂ. എന്താണ് ഇപ്പൊ താമസിക്കുന്ന എറണാകുളത്തല്ലേ? അപ്പൊ എറണാകുളം വരണമെന്നൊന്നും ആഗ്രഹമില്ല? എറണാകുളം തലസ്ഥാനം അല്ലെങ്കിൽ നല്ലോണം ഡെവലപ്ഡ് ആവുന്നതല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നും. അപ്പൊ ഇടുക്കി വരണം എന്നാണ് ആഗ്രഹം അല്ലേ? തലസ്ഥാനം ഏതാണെന്ന് അറിയില്ലേ? അപ്പൊ ഇങ്ങനെ ആലോചിച്ചറിയാം. പെട്ടെന്ന് ഓക്കെ. ഇപ്പൊ കേരളത്തിന്റെ തലസ്ഥാനം മാറ്റണം എന്നൊരു ഡിസിഷൻ വരുവാണെങ്കിൽ ഏത് ജില്ല വരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അല്ല, എന്നാലും മാറ്റുന്ന ഡിസിഷൻ വരുവാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിൽ എന്തുകൊണ്ട് എറണാകുളം എന്ന് പറയാൻ ആയോണ്ടാണ്? എറണാകുളംകാരനാണോ? അല്ല, ഞാൻ പത്തനംതിട്ട. എന്ത് പത്തനംതിട്ട പറയണ്ട, എറണാകുളം പത്തനംതിട്ട അങ്ങനെ ഒതുക്കിയിരിക്കുന്നത്. എന്നാലും ഇപ്പൊ പലരും അറിയാത്ത ഒരു അല്ലെങ്കിൽ മറന്നു വന്ന സ്ഥലമാണ് പത്തനംതിട്ട. അങ്ങനെ അപ്പൊ ആ ഒരു ജില്ല മെയിൻ എല്ലാവർക്കും മനസ്സിലാക്കാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ട് അത് തലസ്ഥാനമായിട്ട് വരണമെന്നൊന്നും ആഗ്രഹമല്ല. തലസ്ഥാനമെന്ന് പറയാനും വേണ്ടി പത്തനംതിട്ടയിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഡെവലപ്ഡ് ആയി വരുന്നല്ലോ എറണാകുളം. എന്നാലും അത് എല്ലാരും അറിയിക്കണം അല്ലെ? എന്ത് ജില്ലേനെ പറ്റി എല്ലാരും ഓർത്തിരിക്കണം എന്നൊന്നും ആഗ്രഹമില്ല. എന്നാലും എറണാകുളം മതി. അങ്ങനെ ആഗ്രഹമില്ല? ഇന്ന ജില്ല വന്ന കൊള്ള. ഏത് ജില്ലക്കാരിയാ? ഇവിടത്തെ കാര്യമില്ല. അല്ല, കേരളത്തിന്റെ കാര്യം ഞാൻ ചോദിച്ചത്. ഇവിടെയാ എറണാകുളം. എന്തുകൊണ്ട് എറണാകുളം എന്ന് പറയാൻ കാരണം? എനിക്ക് കുറച്ചും കൂടി എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൂടുതൽ എറണാകുളത്താണ്. കുറച്ചുകൂടെ സൗകര്യം എല്ലാം ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ഏത് ജില്ലക്കാരിയാ? ഞാൻ ലക്ഷദ്വീപാ. ലക്ഷദ്വീപാണോ? ഓ, വേറെ സ്ഥലത്തുനിന്നല്ലേ? ഓ, അതാണല്ലേ ഇവിടുത്തെ കാര്യം. എറണാകുളം അറിയുന്നോണ്ട് എറണാകുളം പറഞ്ഞതല്ലേ? എറണാകുളം തന്നെ. എന്തുകൊണ്ട് എറണാകുളം എന്ന് പറയാൻ കാരണം? എല്ലാ സാധനവും അവിടെ തന്നെ കിട്ടും. ഇതുകൊണ്ടാണ്. ഭയങ്കര മെട്രോപൊളിറ്റൻ സിറ്റി ആയിരുന്നു. എറണാകുളംകാരനാണോ? അല്ല, ഞാൻ പത്തനംതിട്ട. എന്തുകൊണ്ടാണ് പത്തനംതിട്ട പറയാതെ എറണാകുളം പറഞ്ഞ്? പത്തനംതിട്ട ഗ്രാമീണ സ്ഥലമാണ്. തിരുവല്ല മാത്രമേ ടൗണാണ്. എന്നാലും പൊതുവെ നമ്മൾ പത്തനംതിട്ട എന്നും ഒക്കെ പറയുന്നത് കുറച്ച് അധികം ഇപ്പൊ ജില്ലകൾ നോക്കുമ്പോൾ അധികം പുറത്തോട്ട് വരാത്തൊരു ജില്ലയല്ല. അപ്പൊ അത് വന്നാൽ കൊള്ളാന്നൊന്നുമില്ല. ഇല്ല, അവിടെ ഇത്ര ഫെസിലിറ്റീസ് ഇല്ല. ഓക്കെ. അപ്പൊ എറണാകുളം ഫെസിലിറ്റീസ് ഉള്ളതുകൊണ്ട് നല്ലതാണെന്ന് തോന്നുന്നു. നല്ലത്. അങ്ങനെയൊന്നുമില്ല ഇതുവരെ ആലോചിച്ചത്. എന്നാലും നിങ്ങളുടെ ഒരു ആഗ്രഹത്തിൽ ഇന്ന ജില്ല വന്നാൽ കൊള്ളായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ? തിരുവനന്തപുരം. ഇപ്പൊ തിരുവനന്തപുരം ആണല്ലോ. അപ്പൊ അതല്ലാണ്ട് വേറെ ഏത് ജില്ല വരണമെന്നായിരുന്നു? സ്വന്തം ജില്ല വരണമെന്ന് പോലില്ല. സ്വന്തം ജില്ല ഏതാ? എറണാകുളം. അത് വരണമെന്നുമില്ല. തിരുവനന്തപുരം തന്നെ മതി. തിരുവനന്തപുരം സാറ്റിസ്ഫൈ ആണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? തിരുവനന്തപുരമാണ് ഏറ്റവും ആപ്റ്റ് എന്നാണ് തോന്നുന്നത്. പറഞ്ഞോ.